അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 200 കണ്ണി വലയോട് 300 കണ്ണി ചേർത്തു. ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, അതിന് തൊട്ടു താഴെ നമ്മൾ 450 കണ്ണി വല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വലുപ്പം ഫസ്റ്റ് നമ്മൾ അരയടി എടുത്തു, പിന്നെ 300 കണ്ണിയുടേത് 1 അടി. ഇത് നമ്മൾ 2 അടി നീളത്തിലെടുത്തിട്ടുള്ളത്, 2 അടി നീളത്തിൽ. അപ്പോൾ ഇനി 450 കണ്ണി 300 കണ്ണിയോട് ചേർക്കും. അപ്പോൾ നമ്മുടെ വല ഏകദേശം 90% നമ്മൾ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. 200 + 300 450 600, ഏകദേശം നമ്മൾ 8 അടി വലയാണ് ഉദ്ദേശിച്ചത്. അത് ഏകദേശം ഒരു 8 അടി അടുത്ത് തന്നെ ആയിട്ടുണ്ട്. 1 2 3 4 5 6 7 അടി ഹൈറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, ഇനി വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം ഞാൻ. അപ്പോൾ ഇത് കോർത്തിട്ടുള്ളതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 200 കണ്ണിയോട് 300 ചേർക്കുക. ഫസ്റ്റ് മേലത്തത് എപ്പോഴും സിംഗിൾ തന്നെ, താഴത്തത് ഒന്ന് സിംഗിൾ ഒന്ന് ഡബിൾ. ഇതും അങ്ങനെ തന്നെയാണ്. ഇത് 350 400 ചേർത്ത് 450 ചേർത്തതും അങ്ങനെ തന്നെയാണ്. താഴത്തത് മേലത്തത് എപ്പോഴും സിംഗിൾ, താഴത്തത് ഒന്ന് സിംഗിൾ ഒന്ന് ഡബിൾ, അങ്ങനെ കോർത്തു നമ്മുടെ വല ഏകദേശം ആയിട്ടുണ്ട്. താഴെയുള്ള നമ്മുടെ ചാറ്റാടി കെട്ടുന്നത്, അതായത് ചങ്ങല, നമ്മുടെ മണി വരുന്ന അത് കെട്ടുന്നത്, പിന്നെ വലയുടെ കാല് കെട്ടുന്നത്, പിന്നെ നമ്മുടെ കൈവള പിടിപ്പിക്കുന്നത് എല്ലാം നമുക്കിനി കാണാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പറഞ്ഞ 8 അടി വല 7.25 അടി അടുത്ത് വലയുണ്ട്. അപ്പോൾ ഇനി ഒരടി കൂട്ടുന്നില്ല, അപ്പോൾ പിന്നെ വലിപ്പം ഓവറായിപ്പോയി. അപ്പോൾ നമ്മളെ വല ഏകദേശം നമ്മൾ കൂത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതിനോട് ചാറ്റാടി പിടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ചാറ്റാടി പിടിപ്പിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കാണാൻ പറ്റും ഈ കണ്ണി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചാറ്റാടി നൈലോണിൻ്റെ വലയാണ്, അത് കനവുള്ള വലയാണ്. അപ്പോൾ അത് പിടിപ്പിക്കുന്ന സമയത്ത് ഇതിന് സ്ട്രോങ് പോരാ ഈ ഒറ്റ കണ്ണിക്ക് കൊടുത്താൽ. അപ്പോൾ അതിന് നമ്മൾ അരുതട്ടുക എന്ന് പറയും, അരുതട്ടുക എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അത് തട്ടുന്ന രീതിയാണത്. ഇതിപ്പോൾ ഈ കണ്ണിയല്ല, ഇതിൻ്റെ ഈ സെൻറ്ററിൽ വരുന്ന ഈ കണ്ണിയില്ലേ, ഈ കണ്ണിയിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ കുരുക്ക് വെച്ചതിന് ശേഷം, ഇവിടെ നമ്മളിങ്ങനെ 2 കെട്ടിട്ടതിന് ശേഷം താഴെ കൊണ്ട് മറിച്ച് ഇതേപോലെ കെട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ കെട്ടിട്ടു നമ്മൾ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഈ കണ്ണി ഇത് പോയി, ഇപ്പോൾ ഇതിലാണ് നമ്മൾ കയറ്റുന്നത്. ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ കയറ്റി, അപ്പോൾ ഇത് ഇങ്ങനെ 3 നൂല് കൂടിയ ഒരു കണ്ണിയായി, സ്ട്രോങ് ആയി. വീണ്ടും നമ്മൾ ഇതേ പൊസിഷനിൽ ഇവിടെയാണ്, ഈ കണ്ണി നമ്മൾ പിടിക്കരുത്, ഇതിൽ കയറ്റി നമ്മൾ ഇതിനുള്ളിലൂടെ താഴോട്ട് ഇങ്ങനെ. ഇപ്പം കണ്ടില്ല നിങ്ങൾ, ഈ കണ്ണി ഇങ്ങനെ ഓരോ കണ്ണി സ്ട്രോങ് ആയി. ഇതേപോലെ ഇത് കംപ്ലീറ്റ് ചെയ്യണം. എന്നതിന് ശേഷമേ നമ്മൾ ഈ ചാറ്റാടി ചങ്ങല വല ഇതിനോട് ചേർക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് വലമണി വരുന്ന ഭാഗമായതുകൊണ്ട്, ഹെവിയുള്ള ഭാഗമായതുകൊണ്ട് വലയ്ക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. 1 2 ഇതേപോലെ നമ്മളെല്ലാ കണ്ണിയിലും ഇതേപോലെ ചെയ്യണം. ഇതിന് നമ്മൾ പറയുന്നത് അരുതട്ടുക എന്നാണ്, അരുതട്ടുക. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം വല ഒന്ന് സ്ട്രോങ് ആവും. ഇതുമലാണ് നമ്മൾ ചാറ്റാടി പിടിപ്പിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നോക്കൂ, ഇത് ചെയ്യാത്ത ഭാഗത്ത് നോക്കൂ. ചെയ്യാത്ത ഭാഗത്ത് വല നിൽക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് കണ്ടോ? ചെയ്ത ഭാഗത്ത് വല നോക്കൂ. ഇത് 3 കണ്ണിയോട് സ്ട്രോങ് ആയി, ഇതിങ്ങനെ സിംഗിളായിട്ട് നിൽക്കും. അപ്പോൾ സിംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അരുതട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുന്നത്. ഇത് ശരിക്കും ശ്രദ്ധിച്ച് ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കണ്ടോ, ആ കണ്ണി 3 ആയി, ഒന്ന് സ്ട്രോങ് ആയി. അപ്പോൾ നമ്മൾ അരുതട്ടുക എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കംപ്ലീറ്റ് വലയും നമ്മൾ അരുതട്ടി കഴിഞ്ഞിട്ടുണ്ട്. അരുതട്ടിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് കണ്ടില്ലേ, ഓരോ കണ്ണിയും നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കണ്ണി വരുന്നത്, മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് കണ്ണി വരുന്നത്. അങ്ങനെ കംപ്ലീറ്റ് വലയും നമ്മൾ അരുതട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനോടാണ് നമ്മൾ ചാറ്റാടി പിടിപ്പിക്കുന്നത്, ചാർത്ത് പിടിപ്പിക്കുന്നത്, വലമണി വരുന്ന ഭാഗം. ഓരോ കണ്ണിയും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ചാറ്റാടി വല. ഇത് നമ്മൾ 3-ാം നമ്പറിൻ്റെ വലയാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് 50 കണ്ണി വീതിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് സാധാരണ നമ്മളിങ്ങനെ 4 കണ്ണിക്കോ 5 കണ്ണിക്കോ നമ്മൾ മറ്റേ വല കട്ട് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ചിലവർ 5 കണ്ണി ഇടും, ചിലവർ 3 കണ്ണി ഇടും. അപ്പോൾ ഞാനെടുത്തത് 4 കണ്ണിയാണ്. ഏറ്റവും നല്ലത് ചുരുക്കുന്നതാണ്, വളരെ ചെറുതാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ 4 കണ്ണി വീതിയിൽ ഞാനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചാറ്റാടി പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ചാറ്റാടി എങ്ങനെ പിടിപ്പിക്കുന്നതെന്ന് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ചാറ്റാടി വെക്കുന്നതാണ്.
നമ്മുടെ നാട്ടിൽ ചാർത്ത് എന്ന് പറയും. അപ്പോൾ ഇതിലാണ് നമ്മുടെ വലമണി വരിക. ഇത് ഇപ്പോൾ നമ്മൾ ഇതിനോട് ചേർക്കുകയാണ്, വലയോട് ചേർക്കുകയാണ്. വലയുടെ കോർക്കെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ചാറ്റാടി എന്ന് പറയുന്ന ചാർത്ത് നമ്മളിതിനോട് ചേർക്കുകയാണ്. അത് ചേർക്കുന്ന രൂപമാണിത്. ഇതിവിടെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് തെറി നല്ല ഭാഗം. ഈ കണ്ണികൾ അഴിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ആ നൈലോണിൻ്റെ നൂലായിട്ടൊന്ന് പിടിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ ഇത് ചേർക്കുന്ന രൂപമാണ്. ഇതിങ്ങനെ ഇതിലൊരു കണ്ണിയിൽ കുരുക്കുക, ഇത് നമ്മുടെ വലയിലൊരു കണ്ണി കുരുക്കുക. വലയിൽ കുരുക്കിയ ശേഷം കറക്റ്റ് അളവിന് സൈസിന് പിടിക്കുക. പിടിച്ചതിന് ശേഷം താഴെ കൊണ്ട് ഒരു മറി, പിന്നെ വീണ്ടും ഈ കണ്ണിയുടെ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു മറി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് അഴിഞ്ഞ് പോകില്ല, സെറ്റായി. അപ്പോൾ ഇതേ സൈസിലാണ് ഇത് പിടിപ്പിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ? ശരിക്കും ഇതുപോലെയാണ് ഇത് പിടിപ്പിക്കുക. അങ്ങനെ ഇത് കംപ്ലീറ്റ് പിടിച്ചതിൻ്റെ ശേഷമാണ് ഇനി നമ്മൾ വലമണി കെട്ടലും കാല് കെട്ടലും അതൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ചാറ്റാടി കംപ്ലീറ്റ് നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞു വലയിൽ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് ഈ രണ്ട് സൈഡ്. ഇതിപ്പോൾ വല നമ്മളിങ്ങനെ റൗണ്ട് വെച്ചല്ലേ കട്ട് ചെയ്തത്. അപ്പോൾ വലയുടെ ഈ രണ്ട് സൈഡും തമ്മിൽ നമുക്ക് ഇതിപ്പോൾ 2 പീസാണല്ലോ, ഇതിങ്ങനെ നമുക്ക് ജോയിൻ്റ് ആക്കണം. അപ്പോൾ കംപ്ലീറ്റ് റൗണ്ടായി. ഇനി നമുക്കിത് നേരെ ഒരൊറ്റ ജോയിൻ്റ് ആക്കിയിട്ട് ഒറ്റ പീസാക്കിയിട്ട് നമുക്ക് നേരെ ഇത് ജോയിൻ്റ് ആക്കണം. അതങ്ങ് നമ്മുടെ കൈവള വരെ ഇവിടെ വരെ വരും. ഈ കൈവള വരുന്ന ഈ ഭാഗം വരെ വരും. ഈ രണ്ട് സൈഡ് നമുക്ക് ജോയിൻ്റ് ആക്കി കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമ്മൾ റിങ് പിടിപ്പിക്കും ഫസ്റ്റ്, അതിന് ശേഷമാണ് നമ്മൾ ജോയിൻ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ വലമണി കിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വലയുടെ ഫസ്റ്റ് ഭാഗമായ നമ്മുടെ കൈവള വരുന്ന ഭാഗത്ത് നമ്മൾ ഈ റിങ് പിടിപ്പിക്കാൻ പോവുകയാണ്. ഇതാണ് ആ റിങ്, പിച്ചളയുടെ റിങ്ങാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. 70 രൂപ വിലയുള്ളൂ. ഇതിൻ്റെ വലിപ്പമുള്ളതുണ്ട്, ചെറുതുണ്ട്. ഞാൻ മീഡിയം സൈസാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ വരിക. ഈ വല ചുറ്റുഭാഗത്തായിട്ട് വരും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ളത്, ഞാൻ എടുത്തിട്ടുള്ളത് 3-ാം നമ്പറിൻ്റെ നൂല് 3 മീറ്റർ എടുത്തിട്ടുണ്ട്. അത് നേർ പകുതിയാക്കി മടക്കിയിട്ടുണ്ട്. അപ്പോഴേ നമുക്കിത് ഈ കണ്ണിയുടെ ഉള്ളിലൂടെ പാസ് ചെയ്യണം. പാസ് ചെയ്തതിന് ശേഷം ചുറ്റി നമുക്ക് 2 സൈഡ് പിടിച്ച് ശരിക്കും കെട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ആ നൂലിൻ്റെ സെൻറ്റർ ഭാഗം, 3-ാം നമ്പറിൻ്റെ നൂലിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ഇഴകോലിൻ്റെ അകത്തോട്ടിട്ട് അതേപോലെ വല ഇങ്ങനെ നിർത്തി പിടിച്ച് ഇത് വിട്ടേരും. ഇതേപോലെ പിടിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ഈ കണ്ണിയിൽ കയറ്റി, പിന്നെ ഇതേപോലെ ഫസ്റ്റ് നമ്മൾ ഈ കണ്ണിയിൽ കയറ്റി ഇങ്ങനെ ഓരോന്നും താഴോട്ട് മേലോട്ട് ഇങ്ങനെ മൊത്തം വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഓരോരോ കണ്ണിയുടെ ഉള്ളിൽ നമ്മളിതിങ്ങനെ മറിച്ച് ഇങ്ങനെ അരയ്ക്കുമ്പോൾ 2 കണ്ണി നമ്മുടെ ഇതിനുള്ളിൽ കയറും. കാണുന്നുണ്ടല്ലോ, ഇതാ ഇങ്ങനെ ഉള്ളിലൂടെ കയറ്റി ഈ നൂല് കംപ്ലീറ്റും കയറണം. കാരണം ഇവിടെ റിങ് വന്ന് നമുക്ക് ചുറ്റി കെട്ടാനുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ നൂല് നമ്മൾ കംപ്ലീറ്റ് വലയിൽ നമ്മൾ കയറ്റി. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നടുഭാഗം എടുത്തത്. അപ്പോൾ ആ നടുഭാഗത്തിൻ്റെ ഉള്ളിലൂടെ ഈ ഭാഗം നമ്മളിങ്ങനെ ഒന്ന് മറിക്കാം. ഈ തലഭാഗം നമ്മളിങ്ങനെ നടുഭാഗത്തിനുള്ളിലൂടെ ഒന്ന് മറയ്ക്കാം. ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിതിനകത്ത് കൊടുക്കാം ഫസ്റ്റ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിത് മറിച്ചു. ഈ റിങ് ഇതിനകത്തേക്ക് കൊടുക്കണം ഫസ്റ്റ്. ഈ റോപ്പ് നമ്മളിതിനുള്ളിലൂടെ ആക്കിയിട്ട് ടൈറ്റ് ചെയ്യണം. ഇതിന് ഉൾഭാഗത്താക്കി നമ്മൾ ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വല എങ്ങോട്ടും നമ്മുടെ കയ്യിൽ നിന്ന് അഴിഞ്ഞ് ലൂസായി പോകില്ല. ഇങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പാകത്തിനനുസരിച്ച് നമ്മൾ ഈ വല ഇങ്ങനെ നീക്കി എല്ലായിടത്തും ഒരുപോലെ ആക്കണം വല. ഇങ്ങനെ കറക്റ്റ് എല്ലാ ഭാഗത്തും ഇതേപോലെ ആക്കിയില്ല എങ്കിൽ നമ്മുടെ വല വീശുമ്പോൾ വിരിയില്ല, ശരിക്കും കറക്റ്റായിട്ട് റൗണ്ട് വരില്ല. ഇതിന് മുകളിലൂടെ ചുറ്റി നന്നായിട്ട് കെട്ടിപ്പിടിപ്പിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വല റിങ്ങിലായി. എല്ലാ ഭാഗത്തും മെല്ലെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും അത് പാകത്തിനാവും. അപ്പോൾ നമ്മളത് കെട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉള്ളിൽ ഞാൻ ആ നൂല് വെച്ച് റൗണ്ടായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഷേപ്പ്. വല നിൽക്കുന്ന രൂപം കണ്ടില്ലേ നിങ്ങൾ?
നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് വല. എല്ലാ ഭാഗത്തും ഒരുപോലെയായി. ഇങ്ങനെയാണ് ഈ റിങ് പിടിപ്പിക്കുന്നത്. കെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞ ആ ജോയിൻ്റ്, അതായത് ഈ 2 പാളികൾ തമ്മിൽ ചേർക്കും. അതിനുശേഷം ബാക്കി കാണാം. അപ്പോൾ അത് പിടിപ്പിക്കുന്ന രൂപം എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അതിനായിട്ട് നമ്മൾ 2 പാളിയുടെ സൈഡ് എടുത്ത് ഫസ്റ്റ് ഈ പാളിയുടെ ഈ കണ്ണിൽ നമ്മൾ ആദ്യം ഒരു കെട്ട് വയ്ക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഒരു സൈഡിലെ ഒരു പാളിയിൽ നമ്മളൊരു കെട്ട് വെച്ചു. ആ കെട്ട് വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ നൂലിൻ്റെ തല കെട്ടി പിടിപ്പിച്ചു. അതിന് ശേഷം ഇവിടുത്തെ ഈ കണ്ണിയിലെടുത്തു ഇതിങ്ങനെയാക്കി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കറക്റ്റ് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ ഇങ്ങനെയാക്കി നമ്മൾ താഴോണ്ട് ഒരു മുട്ട് വെച്ചു. മുട്ട് എന്ന് പറഞ്ഞാൽ കെട്ട്, അത് വെച്ചു. ഒരു മുട്ടും കൂടെ വെച്ചു. നേരെ ഓപ്പോസിറ്റ് അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത കണ്ണിയിൽ നമ്മൾ വീണ്ടും ഒരു മുട്ട് വെച്ചു. ഈ കണ്ണിയിൽ ഇതേപോലെ പാളി കണ്ണികളിൽ നമ്മൾ ഇവിടെ കയറ്റി. ഇനി അടുത്തത് വീണ്ടും ഇതിൻ്റെ അങ്ങേ സൈഡിലെ ഓപ്പോസിറ്റ് സൈഡിലെ പാടി കണ്ണിയിൽ നമ്മൾ മുട്ട് വെച്ചു. രണ്ട് മുട്ടായി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ നിങ്ങൾ, കണ്ടില്ലേ? ഞാൻ ജോയിൻ്റ് ആക്കി കണ്ടില്ലേ? ഇപ്പോൾ വല അടഞ്ഞു. ഇവിടെ തുറന്നു കിടക്കാണ്, ഇവിടെ അടഞ്ഞു വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ വല ഇത് അടയ്ക്കുക. ക്ലോസ് ആയി.